ഇബ്ൻ സഈദ് തങ്ങൾ പറയാണ്, അമിൻ തിൽക്കൽ അഖ്ലാഖി അയ്ളൻ, ഈ അദബുകളിൽ പെട്ടതാണ്. അദബുകൾ എന്ന് പറഞ്ഞാൽ ഇഖ്വാനിങ്ങളുടെ സ്നേഹവും ഐക്യവും ഒക്കെ കൊണ്ടുവരുന്ന അദബുകളിൽ പെട്ടതാണ് മുഹാഫളത അഖി അലാ സത്തരി ഔറത്തി അഖി മാ അംകന. തൻ്റെ സഹോദരൻ്റെ കുറവുകൾ കാണുന്ന സമയത്ത് ആ കുറവുകളെ അവന് കഴിയുന്ന രൂപത്തിൽ മറച്ചു വെക്കുക എന്നുള്ളത് അവൻ്റെ ഇഖ്വാനികളുടെ സ്നേഹവും ഐക്യവും കൊണ്ടുവരുന്ന അദബുകളിൽ പെട്ടതാണ്. അത് മുഹാഫളത്ത്, അത് എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക, ഏതെങ്കിലും സമയം മാത്രമല്ല, നിരന്തരം ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ സഹോദരന്മാരുടെ കുറവുകളെ മൂടിവെക്കുക. വയുർവ അന്ന സയ്യിദുന ഈസ അലൈഹിസ്സലാം, സയ്യിദുന ഈസ അലൈഹിസ്സലാം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖാലി അസ്ഹാബിഹി, അവിടുന്ന് അവിടുത്തെ അനുചരന്മാരോട് അസ്ഹാബിങ്ങളോട് പറഞ്ഞു, കൈഫ തസ്നഊന ഇദാ റഅയ്തും അഹാക്കും. കൈഫ തസ്നഊന, നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക, നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക. ഇദാ റഅയ്തും, നിങ്ങൾ കണ്ടാൽ, അഹാക്കും, നിങ്ങളുടെ സഹോദരനെ, നായിമൻ, അവൻ ഉറങ്ങുന്നതായിട്ട്, ഫകശഫത്തിൽ റീഹു, എന്നിട്ട് കാറ്റ് അദ്ദേഹത്തിനെ അനാവരണം ചെയ്തു, അത് സൗബിഹി, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട്. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കാറ്റടിച്ചപ്പോൾ ഡ്രസ്സൊക്കെ പാറിപ്പോയി, അങ്ങനത്തെ സംഭവം ഉണ്ടായി. അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക എന്ന് ചോദിച്ചു. അപ്പോൾ കാലു, അപ്പോൾ അവർ പറഞ്ഞു, ആ സഹാബാക്കൾ, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ സഹാബാക്കൾ പറഞ്ഞു, നസ്തറൂഹു വനു നാത്തിഹി, നമ്മൾ അവരെ മൂടി വെക്കുകയും അത് മറച്ചു വെക്കുകയും ചെയ്യും. അത് ആ ഡ്രസ്സ് ഇങ്ങനെ പൊന്തിപ്പോയതാണല്ലോ, ഡ്രസ്സ് പഴയ രൂപത്തിലാക്കി അദ്ദേഹത്തിൻ്റെ ഔറത്ത് മറച്ചു വെക്കും. കാല, അപ്പോൾ സയ്യിദുനാ ഈസാ അലൈഹി സ്വലാം പറയാണ്, ബൽ തക്ഷിഫൂന ഔറത്തഹു, പക്ഷെ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. മറിച്ച് നിങ്ങൾ എന്താ ചെയ്യുക, തക്ഷിഫൂന ഔറത്തഹു, നിങ്ങൾ അവരുടെ ഔറത്തും കൂടി ഒഴിവാക്കുക ചെയ്യാം. ചിലപ്പോൾ ഡ്രസ്സ് നീങ്ങിയപ്പോൾ ചിലപ്പോൾ കാലമൊക്കെ ഒന്ന് കണ്ടുപോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മൂടി വെക്കുന്നതിന് പകരം ചിലപ്പോൾ നിങ്ങൾ മൊത്തം ഔറത്തും കാണിക്കുന്ന രൂപത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പെരുമാറുക എന്ന് പറഞ്ഞു. കാലു, അപ്പോൾ ആ സഹാബാക്കൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മൈ യഫ്അലു ഹാദാ, സുബ്ഹാനല്ലാഹ്, എന്താ നിങ്ങൾ പറയുന്നത്, ആരാണ് ആ രൂപത്തിലൊക്കെ ചെയ്യുക. ഖാല, അപ്പോൾ സയ്യിദുനാ ഈസാ അലൈഹി സ്വലാം പറഞ്ഞു, അഹദുക്കും, അത് അങ്ങനെ ചെയ്യുന്ന ആളെ ഇതുപോലെ, അഹദുക്കും, ഒരാൾ, യസ്മഉ ഫി അഖീഹി കലിമത്തൻ, തൻ്റെ സഹോദരനെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം കേട്ടു, എന്തെങ്കിലും കുറവ്, ആ സഹോദരൻ്റെ എന്തെങ്കിലും കുറവ് കേട്ടു. അപ്പോൾ യസീദു അലൈഹ, എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് എരിവും പുളിയൊക്കെ കൂട്ടി. യസീദു എന്ന് പറഞ്ഞാൽ കൂട്ടി എന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ എരിവും പുളി, ഞാൻ എൻ്റെ വാക്ക് പറഞ്ഞാണ്. നമ്മൾ എന്തെങ്കിലും കഥ കേൾക്കുമ്പോൾ കഥയിൽ നമ്മൾ ഊഹങ്ങളും നമ്മളുടേതായ ചേരുവകളെല്ലാം കൂടി കൂട്ടിയിട്ട് അതിനെ ഉഷാറാക്കി എടുത്തു. എന്നിട്ട് അതിനെ പ്രചരിപ്പിച്ചു. മിൻഹ, അങ്ങനെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതിനേക്കാളും മോശപ്പെട്ട കാര്യമാണ്. ഒരാൾ കിടന്നുറങ്ങുന്ന സമയത്ത് കാറ്റ് വന്ന് അവൻ്റെ ഔറത്ത് വെളിവായ, അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള ചെറിയ ഭാഗങ്ങൾ വെളിവായാൽ നമ്മൾ അതും ഒന്നും കൂടി വെളിവാക്കി അദ്ദേഹത്തിന് മൊത്തം ഔറത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ്. ആരെങ്കിലും ഒരു കുറവ് നമ്മൾ കേട്ടാൽ ആ കേട്ടതിനോട് നമ്മൾ കുറച്ച് സാധനങ്ങൾ, ചേരുവകളൊക്കെ കൂട്ടി അത് പ്രചരിപ്പിച്ച് നടക്കുന്നത് അതിനേക്കാൾ മോശപ്പെട്ട കാര്യമാണ് എന്ന് സയ്യിദുനാ ഈസാ അലൈഹി സ്വലാം പറയാണ്. അതുപോലെ നമ്മൾ ആവരുത് എന്ന്. അപ്പോൾ ഇഖ്വാനിങ്ങളെ കുറവുകൾ കേട്ടാൽ നമ്മളത് മറച്ചു വെക്കണം. അത് അവരോട് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അദബിൽപ്പെട്ടതാണ്. അമൻ തിൽക അഖ്ലാഖല്ലദീ യദൂമു ബിഹാ തവദ്ദുദു വതഅല്ലുഫു അയ്ളൻ, അതുപോലെ തന്നെ ഇഖ്വാനിങ്ങളുടെ ഇടയിൽ തവദ്ദുദും സ്നേഹവും തഅല്ലുഫും ഐക്യവും ഒക്കെ ഉണ്ടാക്കുന്ന സ്വഭാവങ്ങളിൽ പെട്ടതാണ് തഖദീമു മൻ യഅരിഫുൽ ഇഖ്വാനു ഫദ്ലഹു മിൻ ഇഖ്വാനിഹിം, ഇഖ്വാനിങ്ങളിൽ നിന്ന് മഹത്വം കൊണ്ട് അറിയപ്പെട്ട ചില ആൾക്കാരെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ. മഹത്വം കൊണ്ട് അറിയപ്പെട്ടത് പറഞ്ഞാൽ എന്തൊക്കെ മഹത്വങ്ങളാണ്? ഒരാളുടെ മഹത്വം അവരുടെ നെസുബ കൊണ്ടാവാം. ഉദാഹരണത്തിന് അവർ ഇന്ന ആളുടെ മകനാണ്. ഇപ്പം നമ്മൾ അബീസാൽ തങ്ങളൊക്കെ ഒരു മകൻ, അല്ലെങ്കിൽ ഷെഹുൽ തങ്ങളുടെ മകൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തങ്ങളുട്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ
മക്കളെ പാരമ്പര്യം കൊണ്ട് നമ്മളെ മുമ്പിൽ ഒരാളെത്തി, അതൊരു ഫضലാണ്, സംശയമല്ല. അല്ലെങ്കിൽ അവരുടെ അറിവ് കൊണ്ട്, പണ്ഡിതനാണ്, ലാഹിറാവട്ടെ ബാത്തിനാവട്ടെ, അറിവ് കൊണ്ടുള്ളൊരു മഹത്താവാം. അല്ലെങ്കിൽ പിന്നെ അവർക്ക് മുൻകടന്നത് കൊണ്ടുള്ള മഹത്താവാം. അതായത് അവർ ഇദ്ദേഹം ഷെയ്ഖിന്റെ ആദ്യത്തെ ആളാണ്. ഇപ്പോൾ അബൂബക്കറിലൊക്കെ ഷെയ്ഖുല്ലൈഹി തങ്ങളെ സ്വീകരിച്ച ആദ്യത്തെ ആളുകൾ അവർ വലിയ മഹത്തുള്ളവർ തന്നെയാണ്, മുൻകടന്നവരാണ് അവരൊക്കെ. അപ്പം അങ്ങനെ ഇവർ ആദ്യത്തെ ആൾക്കാരാണ്. ഇവര് അല്ലെങ്കിൽ നല്ല ഹിദ്മത്ത് കൊണ്ട് മുൻകടന്നവരാവും, നന്നായിട്ട് ഹിദ്മത്ത് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ തുടങ്ങി മഹത്വം കൊണ്ട് അറിയപ്പെട്ട, എല്ലാവർക്കും അറിയാൻ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു മഹത്വം ഉണ്ടെന്ന്, അങ്ങനെ അറിയപ്പെട്ട ആൾക്കാർ പിന്നെ അവരെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവരൽ അതിൻ്റെ അദബുകൾപ്പെട്ടതാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ മുന്നിലേക്ക് കൊണ്ടുവരൽ നമ്മൾ ഇഖ്വാനികളോട് കാണിക്കുന്ന അദബുകൾപ്പെട്ടതാണ്. തൗസിയത്തു ലഹു ഫിൽ മജ്ലിസ്, അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ പറയുക. തൗസിയത്തു ലഹു ഫിൽ മജാലിസ്, അങ്ങനെ ഒരു സ്ഥലത്ത് സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അവർ കടന്നു വന്നാൽ അവർക്ക് ഇരിപ്പിടം റെഡിയായി കൊടുക്കൽ. എന്തിനാ പോകാനൊക്കെ നിങ്ങൾ പിടിച്ചിരുത്തുന്നത് ചിന്തിക്കാനല്ല, നമ്മളല്ല ആദ്യം വന്ന്, അങ്ങനെയല്ല. ആ ആളുകൾക്ക് അതിൻ്റെ സ്ഥലം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വന്ന് ഇരുന്നോളി എന്നൊക്കെ പറയാം. ഒരു ഉസ്താദ് വന്നു, ഉസ്താദിന് നമ്മൾ സ്ഥലം കൊടുക്കുക. ഒരു തങ്ങൾ വന്നു, തങ്ങൾക്ക് സ്ഥലം കൊടുക്കുക. അല്ലെങ്കിൽ ഷെയ്ഖിന്റെ മുരിദന്മാരിൽ ആദ്യം സ്വീകരിച്ച ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ ഷെയ്ഖിനെ ഒരുപാട് കണ്ട ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ ഷെയ്ഖുമായ അടുപ്പവും അങ്ങനെ അറിയപ്പെട്ട എന്തെങ്കിലും വിശേഷണങ്ങളുള്ള ആളുകളൊക്കെ വന്നാൽ അവർക്ക് ആ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് ചെറിയ സ്പേസ് ഉണ്ടാക്കി കൊടുക്കല് അതുപോൽപ്പെട്ടതാണ്. ഫൈസാറഹോ ബിൽ മൗദി, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലത്തിന് പരിഗണന കൊടുക്കല്, മുൻഗണന കൊടുക്കല്, അത് പിന്നെ അവരോട് കാണിക്കുന്ന അദബുകൾപ്പെട്ടതാണ്. അപ്പം മുസ്നദഹും, അതിന്റെ സനദ്, ഈ പറഞ്ഞതിന്റെ തെളിവ് എന്താണ്? ഫിഹാദ, ഈ പറഞ്ഞതിന്റെ തെളിവ് മാ റുവിയ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. കാന ജാലിസം ഫി സുഫത്തി, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസം ഫി സുഫത്തി, ഒരു സോഫയിൽ ഇരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന സോഫയിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുകയായിരുന്നു. ലയ്യിക്കത്തൻ, വളരെ നേരിയ ഒരു, നമ്മുടെ നാട്ടിൽ ചെറിയൊരു കസാര എടുത്തിട്ട് കൊടുത്ത് അങ്ങനെ ഉണ്ടാവും, അങ്ങനെ നേരിയൊരു സോഫയിൽ ഇരിക്കുകയായിരുന്നു. ഫജാഹു ഖൗമും മിനൽ ബദ്രീൻ, അവിടേക്ക് ബദ്രീങ്ങളിൽപ്പെട്ട കുറച്ച് ആളുകൾ വന്നു. ഫലം യജിദു മൗദിയൻ, അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല മൗദിയൻ, ഒരിടത്തെ യജ്ലിസൂന ഫീ, അവർക്ക് ഇരിക്കാനായിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെറിയൊരു സോഫയിലായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. അവിടെ ഈ ബദ്രീങ്ങളിൽപ്പെട്ട കുറച്ച് ആൾക്കാർ വന്നപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ബദ്രീങ്ങൾ എന്നാണ് മുൻകടന്ന ആൾക്കാരല്ലേ. അവർ മുൻകടന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നന്മ കൊണ്ട് മുൻകടന്ന ആളുകളാവണം, അല്ലെങ്കിൽ ഇബാദത്ത് കൊണ്ട് മുൻകടന്ന ആളുകളാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇസ്ലാമിന് വേണ്ടി ആദ്യം പോരാടിയ ആൾക്കാർ തന്നേ ഉള്ളൂ. അവരെക്കാളും ഇബാദത്തുള്ള ആൾക്കാരൊക്കെ പിൻകാലത്ത് വന്നവരുണ്ട്, അവരെക്കാൾ അറിവുള്ള ആൾക്കാർ പിൽക്കാലത്ത് വന്നവരുണ്ട്. ഇതൊക്കെ പിൽക്കാലത്ത് വന്നവർ അവരെക്കാൾ അറിവുള്ളവരായിട്ടുള്ളവരുണ്ട്. പക്ഷെ അവർ മുൻകടന്ന് അവർ ഇസ്ലാമിന് വേണ്ടി ആദ്യം പോരാടിയവരാണ്, വിശ്വാസങ്ങൾ കൂടെ ആദ്യം നിലനിന്നവരാണ്. അവരിൽ തന്നെ പല ആൾക്കാരും തെറ്റുകൾ സംഭവിച്ച് ആ തെറ്റുകൾക്ക് ശിക്ഷ നടപ്പിലാക്കിയതൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ പ്രാമുഖ്യം കൊണ്ട്, അവരുടെ ആ മുൻപേ വന്നവരല്ലേ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. അപ്പോൾ ബദരീങ്ങൾപ്പെട്ട ഈ ആൾക്കാർ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവിടെ വിശ്വാസങ്ങളെ കൂടെ ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അഖാമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യകുൻ മിൻ അഹ്ലി ബദർ, അപ്പോൾ വിശ്വാസങ്ങൾ അവിടെ ബദരീങ്ങളിൽപ്പെട്ടവരല്ലാത്ത ആൾക്കാരെ ഇണയിപ്പിച്ചു. അവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ആ സദസ്സിൽ. അപ്പോൾ അവർ ബദരീങ്ങളിൽപ്പെട്ട അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരോട് എഴുന്നേറ്റിക്കാൻ പറയും. അപ്പോൾ ജലസു മക്കാനഹും, എന്നിട്ട് ആ സ്ഥലത്തേക്ക് ഈ ആളുകൾ എത്തി. അപ്പോൾ ബദരീങ്ങൾ വന്നു, ബദരീങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബദരീങ്ങൾപ്പെട്ട അതല്ലാത്ത കുറച്ച് ആൾക്കാരെ എഴുന്നേറ്റ് നിർപ്പിച്ച് അവിടേക്ക് ഈ ആളുകളെ പിന്നെ ബദരീങ്ങളെ ഇരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്തദ്ദ ദാലിക അലൈഹിം, പക്ഷെ ആ ആളുകളുണ്ടല്ലോ എഴുന്നേറ്റ് നിർത്തിയ ആളുകളും മാറി നിൽക്കാൻ പറഞ്ഞ ആൾക്കാരും, അവർക്കതൊരു വലിയ പ്രയാസം ഉണ്ടാക്കി. നമ്മളൊരു സദസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഷെയ്ഖിന്റെ അടുത്ത് അങ്ങനെ ഇരിക്കേണ്ടി വെച്ചു. അപ്പോൾ എന്താ നിങ്ങളൊന്ന് മാറി കിട്ടാം, ഇയാൾ ഇരുന്നോട്ടെ എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ പോയി ഇരുന്നാൽ ഞാനല്ല ആദ്യം വന്നിരുന്നത്, എനിക്കിവിടെ ഇരിക്കാൻ ഇതുണ്ടാവില്ല, ഞാനും ഒരുപോലെ തന്നെ അല്ലേ, എന്തിനാ ഇപ്പം എന്നെ എണീപ്പിച്ചത്, എന്നോട് പാർഷ്യാലിറ്റി കാണിക്കുകയാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാനത്. കാരണം അങ്ങനെ ഒരാൾ എണീപ്പിച്ചാൽ സ്വാഭാവികമായി സ്വഹാബാക്കൾ പോലെ എണീപ്പിച്ച ആൾക്ക് എന്തുണ്ടായി, ഒരു പ്രയാസം ഉണ്ടായി. അപ്പോൾ അള്ളാഹു ഒരു ആയത്തിറക്കി. എന്താണത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലഹും തഫസ്സഹു ഫിൽ മജാലിസ്, അള്ളാഹു തആല പറയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങളോടും നിങ്ങളുടെ മജ്ലിസിൽ സ്ഥലം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഫഫ്സഹു, നിങ്ങൾ അവിടെ സ്ഥലം ഉണ്ടാക്കുകയാണ് വേണ്ടത്. നിങ്ങൾ അവിടെ ഒരിക്കൽ സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക, എണീറ്റ് മാറിക്കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക.
അല്ലെങ്കിൽ കുറച്ചൊന്ന് ഒതുങ്ങി നിന്നിട്ടെങ്കിലും സ്ഥലം ഉണ്ടാക്കി കൊടുക്കാം. യഫ്സഹില്ലാലക്കും, അങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടാക്കും. ഇതാ കീല നിശ്ചസു, ഇനി നിങ്ങളോട് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചിസു, നിങ്ങൾ എഴുന്നേറ്റ് പോവാ. അവിടെ നമ്മളിതാ ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളല്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, എഴുന്നേറ്റ് പോവാ. എന്താ അതിനെ കൊണ്ട് കിട്ടുന്ന ഗുണം? യർഫഇല്ലാഹില്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അങ്ങനെ ചെയ്ത ആൾക്കാർ അള്ളാഹുൽ വിശ്വസിക്കുകയും പിന്നെ ഇൽമിന്റെ ആളുകളെയും അള്ളാഹു അവരെ ദർജാത്ത് വ്യത്യസ്ത പടവുകളായി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്ന് അള്ളാഹു പറയാം. അതായത് ഈ കൗമിനെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ എന്തായാലും അള്ളാഹുൽ അവന്റെ ഖലീഫയിൽ വിശ്വസിച്ചവരായിരിക്കുമല്ലോ. അവര് ഈ ഒരു ഇൽമ് ഇവിടെ കുറെ ഇങ്ങനെ അടുത്തിരിക്കലല്ല, മഹത്വം കാണിക്കൽ എന്ന ഇൽമ അവർക്ക് ലഭിച്ചതായിരിക്കുമല്ലോ. ഈ രണ്ട് കാരണം കൊണ്ട് അവർ അള്ളാഹിന്റെ ഖലീഫനെ വിശ്വസിച്ചവരുമാണ്. അതുപോലെ തന്നെ അവർക്കറിയാം അങ്ങനെ കുറെ അടുത്തിരിക്കുന്നതുകൊണ്ടല്ല വലുതാവുന്നതും അവർക്കറിയാം. അങ്ങനെ മനസ്സിലാക്കിയ ആളുകളായതുകൊണ്ട് അവരെ അള്ളാഹു വലിയ ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തും. അപ്പൊ വ്യത്യസ്തമായ ദർജയിലേക്ക് ഉയർത്തുന്നതിന്റെ മാനദണ്ഡം എന്താ? അത് ശൈഖിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കലല്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കലല്ല. അവരെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അവരോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞാൽ എഴുന്നേറ്റ് പോവാ, സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നിങ്ങളത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ബദരീങ്ങൾക്ക് വിട്ട സഹാബകൾ വന്ന് നിങ്ങളോട് മാറിക്കാൻ പറഞ്ഞാൽ മാറിക്ക, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ദർജ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടർത്ഥം. അപ്പൊ മാലൂമ ഖിയാമ സിദ്ദീഖുൽ അക്ബർ, അറിയപ്പെട്ടൊരു കാര്യമാണ് ഖിയാമ സിദ്ദീഖുൽ അക്ബർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുന്നേറ്റ് നിന്നത് ലി മൗലാന അലി കറമല്ലാഹു വജ്ഹഹു, തങ്ങൾക്ക് വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുന്നേറ്റുന്നത് അറിയപ്പെട്ടൊരു സംഭവമാണ്. മജ്ലിസ്, ആ മജ്ലിസിൽ ഇരിക്കാൻ അലി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മുൻഗണന നൽകി. ബിജാനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ റസൂലുള്ളാഹി അടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇരിക്കുകയാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുന്നേറ്റ് മാറി കൊടുത്തു. ആർക്ക്? റസൂലുള്ളാഹി തങ്ങളെ എളാപ്പന്റെ മോളായ, മകളെ കല്യാണം കഴിച്ച ഭർത്താവായ, അവിടുന്ന് ആവുന്ന പട്ടണത്തിലേക്കുള്ള ബാബായ സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വേണ്ടിയിട്ട് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ മാറി കൊടുത്തു. അലിയായിട്ട് തങ്ങളോട് പറഞ്ഞു, നിങ്ങളോട് ഇരുന്നോളി എന്ന് പറഞ്ഞു. അപ്പൊ ഖൗലുഹു ലഹു അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പൊ പറഞ്ഞു, ഇത് അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാക്കുകളാവാനാണ് ചാൻസ്. ഇന്നമാ യഅരിഫു ഫദ്ല ലി അഹ്ലിൽ ഫദ്ലി ദവൂഹു, ഇന്നമാ തീർച്ചയായും യഅരിഫുൽ ഫദ്ല ലി അഹ്ലിൽ ഫദ്ലി, അഹ്ലിൽ ഫദ്ലി അതായത് മഹത്വം ഉള്ള ആളുകൾക്ക് അറിയാം അത് ആ മഹത്വമുള്ള ആളുകളെ. അപ്പം ഫദ്ലിന്റെ ആളുകൾക്ക് ആ ഫദ്ലുള്ള ആളുകളെ അറിയാം എന്ന് സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു. ഈ തരുണത്തിലാണ് വായിക്കപ്പെടേണ്ടതെന്ന്. ഹുഖിയ അന്ന ബാദ മൻ ലഖിയ ജുനൈദ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഹുഖിയ ഇങ്ങനെ ഒരു കഥയും കൂടി വന്നിട്ടുണ്ട്. എന്ത്? അന്ന ബാദ ലഖിയ ജുനൈദ് റളിയല്ലാഹു അൻഹു, ഒരു കൂട്ട ആളുകൾ ജുനൈദ് റളിയല്ലാഹു അൻഹു തങ്ങളെ കാണാൻ പോയി. വറദ അല അബി അബ്ദുല്ലാഹ് ബിൻ ഹഫീഫ്, എന്നിട്ട് അവർ കാണാൻ പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് അബ്ദുല്ലാഹ് ബിൻ ഹഫീഫ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്തേക്ക് എത്തി, സായിറൻ, അദ്ദേഹത്തിന് സിയാറത്ത് ചെയ്യുന്നവനായിട്ട്. അപ്പോൾ ജുനൈദ് റളിയല്ലാഹു അൻഹു തങ്ങളെ കാണാൻ പോയി ഒരു വിഭാഗം ആളുകൾ തിരിച്ച് അബ്ദുല്ലാഹ് ബിൻ ഹഫീഫ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്തേക്ക് എത്തി. അപ്പൊ തമാശയ അങ്ങനെ അവര് ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. ഫഖാല ലഹു അബു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവരോട് പറഞ്ഞു, തഖദ്ദം, നിങ്ങൾ മുമ്പിൽ നടക്കിട്ടോ എന്ന് പറഞ്ഞു. ഖാല ബി അയ്യൂദൻ, എന്ത് കാരണം കൊണ്ട്, എന്തിനാ മുമ്പിൽ നടക്കേണ്ടത്? നിങ്ങൾ വലിയ മഹാനല്ലേ, നമ്മളെന്തിനാ നിങ്ങൾ മുന്നിലാക്കണത്? ഫഖാല ലഹു, അപ്പോ പിന്നെ അവരോട് അബ്ദുല്ലാഹ് ബിൻ ഹഫീഫ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ലിഅന്നക ലഖീത ജുനൈദ്, കാരണം എന്താണ്, നിങ്ങൾ ജുനൈദ് റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ടവരാണ്. ജുനൈദ് റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ മുന്നിൽ വെക്കാൻ പറഞ്ഞത്. അപ്പൊ ഒരു അബ്ദുല്ലാഹ് ബിൻ ഹഫീഫ് റളിയല്ലാഹു അൻഹു നിങ്ങൾ വലിയ മഹാനാണ്, പക്ഷെ അദ്ദേഹം വേറൊരാളെ മുന്നിൽ ആക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ജുനൈദ് റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ട ആളായതുകൊണ്ട്. നമ്മള് അദ്ദേഹം ഷെയ്ഖിനെ കണ്ട ആളാണ്, അദ്ദേഹം ഷെയ്ഖിന്റെ കൂടെ സഹവസിച്ച ആളാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് വലിയൊരു മഹത്വമാണ്. ആ ഒരു കാരണം കൊണ്ട് എന്നാൽ ഈ പറഞ്ഞ ആള് മറ്റേ ആൾക്കാർ പിന്നെ മോശമാവണമെന്നൊന്നുമില്ല. അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും മുന്നിൽ നിർത്തുന്നത് അതൊരു മഹത്വത്തിനെ ആ മഹത്വത്തിന് പ്രാധാന്യം കൽപ്പിച്ചതും അതിന് മുൻഗണന നൽകിയതുമാണ്. ഇതൊക്കെ ഇഖ്വാനിങ്ങളുടെ ഇടയിലുള്ള അദബിൽപ്പെട്ടതാണ്. ഒരു സഹാബി ഒരിക്കൽ പറഞ്ഞല്ലോ, പിന്നെ മറ്റൊരു സഹാബിനെ മുൻഗണന കൊടുത്തു. എന്തിന്റെ പേരിൽ? അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബമാണെന്നുള്ള പേരിൽ. അപ്പോൾ ആ സഹാബി തിരിച്ചിങ്ങോട്ട് മുൻഗണന കൊടുത്തു. എന്തിന്റെ പേരിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്തു എന്ന കാരണം കൊണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാരണങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുൻഗണന കൊടുക്കാം. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായ വിഷയങ്ങളിൽ
അറിയപ്പെട്ട കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആദരവ് കൊടുക്കുക എന്ന് പറയുന്നത് ഇഖ്വാനികളുടെ അതബിൽപ്പെട്ടതാണ്. അവരുടെ സ്നേഹബന്ധവും ഐക്യവും നിലനിർത്തുന്ന കാരണങ്ങൾപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഇഖ്വാനികളുടെ കുറവുകൾ നമ്മൾ കണ്ടാൽ, ഇഖ്വാനികളിലെ ആരെങ്കിലും എന്തെങ്കിലും കുറവ് നമ്മൾ കണ്ടാൽ ആ കുറവ് നമ്മൾ മറച്ചു വെക്കുന്നതും അതിൻ്റെ അതബിൽപ്പെട്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.